ഞാൻ എം ആകാൻ കാരണം ഞാൻ MLA ആകുന്നില്ല എന്ന് ഉറപ്പിച്ച് നടന്നയാളാണ്. 79 പാർട്ടി സ്പ്ലിറ്റ് ഉണ്ടായി. ജോസഫും കരുണാകരൻ്റെ മുസ്ലിം ലീഗ് മാത്രം. ഇന്നത്തെ ഇടതുപക്ഷവും മാണിയും ആന്റി കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം. അങ്ങനെ വന്നപ്പോൾ ഇവിടെ സിറ്റിംഗ് MLA VJ ജോസഫ് 14,705 വോട്ടിന് 77 ജയിച്ചയാളാണ്. 80 ഇലക്ഷൻ വന്നിരിക്കുക. അയാളെ തോൽപ്പിക്കാൻ പറ്റുമോ? പ്രശ്നമായി. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി ചിന്തിച്ചു പോലുമില്ല. അപ്പോൾ രാത്രി 2 മണിക്ക് PJ ജോസഫ് വന്നു ഇവിടെ വീട്ടിൽ. ഞാൻ വാതിൽ തുറന്നു അറിയിച്ചത്, ഞാൻ ചെന്നൈ വിശേഷം ഇത് പിടിച്ചേ പറയുന്നത് ഇങ്ങനെ കേട്ടി. ഞാൻ കൈ നിന്നിട്ടപ്പം ഉച്ച നോട്ടാണ്. ഞാൻ ഇതെന്നാന്ന് ചോദിച്ചു. ഒരു 3000 രൂപ ഉണ്ട്. ഇത് എന്തിനാണ്? കെട്ടിവെക്കണം. എന്നിട്ട് കെട്ടിവെക്കണം 3000 പോരെ ഓർത്തോളൂ. എനിക്ക് ചിരി വന്നു. എന്നിട്ട് ഇലക്ഷൻ ജോറയിൽ നിൽക്കണം അത് പറയാൻ വന്നതാണ്. പുള്ളി ഒരക്ഷരം മിണ്ടാതെ വണ്ടിയിൽ കയറി സ്ഥലം വിട്ടു. എൻ്റെ അപ്പൻ ഇത് കണ്ടുകൊണ്ട് ഈ രാത്രി 2 മണി സമയത്താണ് ഇത്. പുള്ളി വാതിൽ തുറന്നായിരുന്നു, ഈ ജനൽ തുറന്നേ കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മിണ്ടാതെ പുള്ളി പറഞ്ഞു പോയാലും കിടന്നു. എന്നാ ചെയ്യുന്നത്? കാശ് 3000 മേടിച്ചും കൈ തന്നു പോയില്ല. എന്ത് കഷ്ടകാലം. ഇങ്ങനെ കിടന്ന് ഉറങ്ങി നേരം വെളുത്തൊരു 5:30 ആയപ്പം എൻ്റെ അപ്പം വന്ന് എന്നെ വിളിച്ചു. പുതപ്പ് മാറ്റി. പുതപ്പേത് വലിച്ചപ്പോൾ അപ്പനത് ചാടി കയറ്റി. നീ ഇറങ്ങി വരാൻ പറഞ്ഞു. വന്നു. ആ നടപാതക്ക് ഒരു രൂപ, ഈ തിരുഹൃദയ രൂപ അവിടെ നിന്ന് ഞാൻ പറയുന്നത് പറയാൻ പറഞ്ഞു. ഇന്ന് മുതൽ ഞാൻ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോൾ 1 രൂപ പോലും അന്യൻ്റെത് ഈ കുടുംബത്തിൽ കൊണ്ടുവരില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു പറയാൻ പറഞ്ഞു. ഞാൻ ചെയ്തു. അയച്ച് ഒരു 10,000 രൂപ എടുത്ത് എൻ്റെ ഇതിലോട്ടൊന്ന് നോമിനേഷൻ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയായി. മനസ്സിൽ ഇത്ര ശുഷ്കമായൊരു മുന്നണിയാന്ന് ഓർക്കണം. ഞാൻ വീട് കയറി വോട്ട് പിടിച്ച് നടന്നപ്പോൾ എൻ്റെ രസം എന്താണെന്നറിയാമോ? ഒരു മേഖല മുഴുവൻ ചെല്ലുന്നിടത്തെല്ലാം ഞാൻ ഓടിക്കൂടുക. നമുക്ക് അനുകൂലം. ഞാൻ ഓർക്കുക, എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത സംഭവം, ഞാൻ അരികത്തറ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കും. ഈ ബാസ്ക്കറ്റ് ബോൾ വെച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഭയങ്കര പൊക്കമൊരു തടിമാടനുണ്ട്, കടനാടുകാരൻ, മണിയാക്കം പാറക്കാരന്. അങ്ങനെ ത്രോ ചെയ്യാൻ പുള്ളി അന്നേരം അടി ഉറപ്പാണ്. മടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഒറ്റ അടി എൻ്റെ കൈ വേദനിച്ച് ഞാൻ നേരെ കോട്ടിൻ്റെ താഴോട്ട് ഓടി. അപ്പോൾ എല്ലാവരും ഓർത്ത് ഞാൻ ഈ അടി കൊണ്ടോ പേടിച്ച് ഓടിയതാണ്. ഞാൻ ചേടി തന്നെ വെച്ചാൽ എൻ്റെ ഷർട്ടും മുണ്ട് ഊരി വെച്ചിട്ട് സോഴ്സായിട്ടിരിക്കുന്നത്. അതിനകത്ത് പിച്ചാത്തി പതെടുക്കാനാണ് ഞാൻ ഓടിയത്. ഓടിപ്പോയി ആ പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് കൊടുത്തേക്കാമെന്ന് വെച്ച്. അപ്പോഴേക്ക് കാറിക്കൊണ്ട് പിള്ളേരെല്ലാം ഓടി, ഇവനും ഓടി. അപ്പോഴേക്കും നമ്മുടെ സ്കൂളിന് ആ കോളേജിൻ്റെ ആ ഹോളിൽ സാറന്മാർ യോഗം നടക്കുക. സാറന്മാരും പ്രിൻസിപ്പലെല്ലാം ചാടി വന്നു. പിച്ചാത്തി. ഞാൻ ഏത് പിച്ചാത്തി എന്ന് പറയും. അപ്പോൾ തീക്കേക്കാരൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ എൻ്റെ പിച്ചാത്തി കൊടുത്ത് പുള്ളി അതുകൊണ്ട് പോവുകയും ചെയ്തു. എന്നെ സസ്പെൻഡ് ചെയ്ത് പുള്ളിയെ സസ്പെൻഡ് അങ്ങനെ തല്ലിയിട്ടാണല്ലോ ഞാൻ പിച്ചാത്തി എടുത്തത്. അതുകൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്ത് പുള്ളിയെ സസ്പെൻഡ് ചെയ്തു പ്രിൻസിപ്പലെ. എന്ത് പാട്ടെ 3 ദിവസം കഴിഞ്ഞ് കയറ്റിയിരുന്നത്, 2 ദിവസം കഴിഞ്ഞ് കയറ്റിയിരുത്തിച്ചു. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ 80 ഇലക്ഷന് ഞാൻ വോട്ട് പിടിച്ചിങ്ങനെ കറണ്ടില്ലാത്ത മണിയാക്കും പാറ റോഡ് കയറി ചെല്ലണം. അപ്പോൾ ഇവന്മാർ എതിർകക്ഷികളെ മൈക്കാനുള്ള മുന്തിയടപ്പൻ, കൊള്ളക്കാരൻ, മോട്ടാവ്, പിടിച്ചു പറിക്കാരൻ എന്നൊക്കെ എന്നെപ്പറ്റി വിളിച്ചു പറയുന്നത്. എന്നെ കണ്ടിട്ടില്ല, ആരുമായിട്ട് പരിചയമില്ലെന്ന്. മഹാവൃത്തികൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ ഇത്രയും വലിയ ഗുണ്ട ആരാന്ന് കാണാൻ വേണ്ടി ഈ ചേടത്തിമാരെല്ലാം ഇങ്ങനെ വിളക്കം പിടിച്ച്, ലൈറ്റില്ലേ, വിളക്കം പിടിച്ച് നിൽക്കുക. അപ്പോഴാണ് ഞാൻ കയറി വളഞ്ഞ് ഇന്ന് ഇത്രയും കൊണ്ട്. ഇന്നിപ്പോൾ 85 കിലോ കഴിഞ്ഞു. അന്ന് ആകെ MLA 52 കിലോ ഉള്ളു. ഞാൻ ഒന്ന് ആലോചിച്ചു. വളഞ്ഞ് കയറി ചെല്ലുക. ഇതാണ് ഞാൻ PC പറയും, ഇതാണ് കൊള്ളക്കാരനാന്ന് ഇവൻ മൈക്രോൺസ് നടന്നത്. ചേട്ടത്തിമാരിൽ ഒറ്റക്കെട്ട എൻ്റെ അടുത്ത് കൂടി എന്ന രസം അതല്ല. അതിന് ഞാൻ പറയാൻ കാരണം, ആ നിന്ന് PC ജോർജ് ചിന്ത വിളിച്ചുകൊണ്ട് നേരാന്നറിയാവോ? ഞാൻ പിച്ചാത്തി എടുത്ത ജോസഫ് ചേട്ടൻ. ഒന്ന് ആലോചിച്ച്. പുള്ളിയായിരുന്നു എനിക്ക് വേണ്ടി അവിടെ ഫീൽഡിൽ ഇറങ്ങിയത്. ആ പ്രദേശത്ത് മുഴുവൻ വോട്ടും എനിക്കായിരുന്നു. ഈ ജോസഫ് ചേട്ടൻ ചെയ്ത സഹായമാണ്. ഈ സങ്കടമുണ്ട്. അദ്ദേഹം ക്യാൻസർ വന്ന് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി തരികയാണ്. എന്തോ ഒരു സങ്കടമായിപ്പോയിരുന്നു അദ്ദേഹത്തിന് മരണം. അങ്ങനെ ഒത്തിരി വേദനയ്ക്ക് അനുഭവങ്ങളും സന്തോഷത്തിൻ്റെ അനുഭവം ഒക്കെ ഉണ്ട് ജീവിതത്തിൽ. MLA ആയിട്ട് ഇരിക്കുമ്പം ഉമ്മൻചാണ്ടി ഞങ്ങളുടെ ഭയങ്കര സ്നേഹം. മുതുകും പുറവും പോലെ എന്ന് പറയാൻ എല്ലാവരും പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഉമ്മൻചാണ്ടി. ഞാൻ ചീഫ് വിപ്പാണ്.
ചീവിപ്പായ ചരിത്രം പറയാം, അത് എല്ലാം പറയുന്നത് എല്ലാം കൂടെ പറഞ്ഞാൽ ജോസഫിൻ്റെ കള്ളത്തരം പറയേണ്ടി വരും, അത് പറഞ്ഞാൽ അത് പറയുന്നില്ല. ചീവിപ്പായ ചരിത്രത്തിൽ എന്ത്, ചീവിപ്പായ അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ തലക്കെട്ടി വെച്ചതാണ്. ഞാൻ വേണ്ടെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, ബലമായിട്ട് എന്നെ പിടിച്ച് വെച്ചതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ച് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി, പിന്നെ കെ പി മജീദ്, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും സ്ട്രോങ് ഞാനാകണമെന്ന്. അങ്ങനെ ആയതാണ്. അങ്ങനെ ആയി കഴിഞ്ഞിങ്ങനെ ഞാൻ വളരെ നല്ല നില പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഉമ്മൻചാണ്ടി നല്ല അങ്ങേരെ വളരെ നല്ല നില പോവായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഒരു പ്രശ്നമുണ്ടായി. ഇനി 6 മാസമുള്ള ഇലക്ഷൻ. ജനസമ്പർക്ക പരിപാടി നടത്തി ഉമ്മൻചാണ്ടി അപാര ഷൈനിങ്. ജനസമ്പർക്ക പരിപാടിയിൽ 14 ജില്ലയിൽ 9 ജില്ലയെ പുള്ളിയെ സഹായത്തിനത് ഒപ്പം നിന്ന് ഞങ്ങൾ VC പറയാം. അത്ര ബന്ധമാണ് ഞാനുമായിട്ട്. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം രാവിലെ മാണി സാറിനെ വിളിച്ചു. യോറയെ അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ ചെന്നു. യോറയെ ഞാൻ വിളിച്ചു. ഞാൻ എന്നെ മാണി സാറേ, നമുക്ക് ഒന്ന് മുഖ്യമന്ത്രിയാണ്. ഞാൻ എങ്ങനെയാവും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നമുക്ക് ആകാൻ പറ്റുമോ? ഞാനൊരു ഉമ്മൻചാണ്ടിയും ക്രിസ്ത്യാനിയല്ലേ, പിന്നെ എന്നാ അപ്പോൾ പാലാക്കാരൻ ക്രിസ്ത്യാനി. അപ്പോൾ എനിക്ക് മനസ്സിലായി കത്തോലിക്കൻ വർഗീയ. മാണി സാറ് സ്ഥാനം കിട്ടാൻ നമ്മുടെ ഒരു ഞൊടുക്ക് വില എടുത്തതാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പം 6 മാസത്തേക്ക് എന്നാ മാണിയോട് കൂടിയേക്കാന്ന് വെച്ചു. ഞാൻ കാണിച്ച ഇന്ന് ഞാൻ ദുഃഖിതനാണ് കേട്ടോ അതിൽ. അങ്ങനെ ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ CPM നേതാക്കന്മാരെ പോയി കണ്ടു. അത് കഴിഞ്ഞ് CPI നേതാവിനെ കണ്ടു. വെളിയും പാർക്കോൺ സഖാവിനോട് അത്ര ഇഷ്ടമായിരുന്നു. ആ നല്ല മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് രാവിലെ 9 മണിക്ക് ഒരു ദിവസം, ഇതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞാൽ VSനെ കൊണ്ട് അനുവദിക്കണം. VS ഞാൻ പറയുന്നത് എന്താണെങ്കിലും എന്നാ തെറ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയാന്ന് പറയുന്ന എൻ്റെ ഒരു അപ്പനെ പോലെയായിരുന്നു പാവപ്പെട്ട VS എന്ന് പറയുന്ന സഖാവ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഹൃദയശുദ്ധിയോടുകൂടി ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഇല്ല. VS സമ്മതിച്ചു. എൻ്റെ നിർബന്ധമായി ഞാൻ സമ്മതിക്കുന്നത്. എൻ്റെ മാണിസാറിൻ്റെ അടുത്ത് വന്ന് മാണിസാറിനെ കെട്ടിപ്പിടിച്ച് സന്തോഷമെല്ലാം പറഞ്ഞ് നാളെ രാവിലെ ലോ അക്കാഡമിയിൽ അതിനകത്ത് കോഴിക്കോട് കൃഷ്ണനാരായണൻ MLA അങ്ങനെ താമസിക്കുന്ന വീട്ടിൽ വെച്ച് ചർച്ച. CPMനും CPIയുടെയും പ്രതികളും ഞാനും മാണിസാറും ജോസഫും ഞാനും ഉണ്ടാവും. ചർച്ച തീരുമാനിച്ച് പിരിഞ്ഞു. ഞാൻ മാണിസാറിൻ്റെ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം പുള്ളിയുടെ സ്റ്റാഫ് നമ്മുടെ പാലാക്കാരനുണ്ട്, മാണിസാറിൻ്റെ മെയിൻ സ്റ്റാഫാണ്. ആ കൊച്ചൻ എന്നോട് കൊച്ചു പയ്യന മാണിസാറിൻ്റെ മെയിൻ PA, സാറേ ഇത് നടക്കലെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ നീയാണോ നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചു. എടേ ഞാനിങ്ങ് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ മാണി സാറ് എന്നെ വിളിച്ചു. ഓരേ അർജൻറ്റായിട്ട് ഇവിടം വരെ പറഞ്ഞു. ഒറ്റ കരയുക. ഞാൻ അവിടെ ചെന്ന മാണി സാറ് കരയുക. ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ ജുബ എല്ലാം 2 പ്രാവശ്യം അങ്ങനെ കെട്ടിട്ടു, മുഴുവൻ നനഞ്ഞ്. ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയാൻ എൻ്റെ മക്കൾ സമ്മതിക്കില്ല, മകൻ്റെ ഭാര്യയെ സമ്മതിക്കുന്നില്ല എന്ന് യോഗം മാറ്റിവെക്കണം. ഞാൻ അവനെ കോടിയേരെ ഫോണിൽ വിളിച്ചു കൊടുത്ത് പറഞ്ഞോളാൻ പറഞ്ഞു. മാണി സാർ എന്നെ യോഗം മാറ്റിവെച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിപാടി വേണമെന്ന് വെച്ചു. അപ്പോൾ ഇതെന്നാ കാര്യം? ഞാൻ നേരെ നമ്മുടെ പയ്യൻ PA താമസിക്കാൻ മുകളിലോട്ട് ചെന്നു. മുകളിൽ ചെന്ന് പാലായിലുണ്ട് ഇപ്പോഴും നല്ല മിടുക്കനായ മനുഷ്യനാണ്. ചെന്ന് കഴിഞ്ഞപ്പം അവൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് രാത്രി മാണി സാറിനെ ഉറക്കിയിട്ടില്ല, മകനും മകൻ്റെ പെമ്പിളേം കൂടെ. ഉന്തും തള്ളും ഉണ്ടായിരുന്ന അവൻ ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട്. ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് മാണി സാറിനെ തല്ലിയെന്നാണ്. ആ ശിക്ഷയാണ് ഇപ്പോൾ മകൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ തല്ലി ആ ശിക്ഷ കിട്ടാതിരിക്കാൻ പറ്റും എന്ന് ആലോചിച്ച്. മാണി സാർ എന്തൊരു ദുഃഖത്തിലായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ചീഫ് സ്ഥാനത്തിന് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു ചെറിയ അകൽച്ച ഉണ്ടായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയെ തട്ടിവെച്ച് KM മാണി മുഖ്യമന്ത്രിയാക്കാൻ നോക്കിയെന്ന് ഞാൻ ചെയ്ത് തെറ്റാണ്. എനിക്ക് ഉമ്മൻചാണ്ടിയോട് ക്ഷമ പറയാൻ ഇപ്പം ഇപ്പോഴും ഞാൻ ക്ഷമ പറയുന്നുണ്ട് തന്നെ അതിന്. ഏതായാലും പിറ്റേ ദിവസം നിയമസഭ നടന്നുകൊണ്ടിരുന്നപ്പം ഏതോ അഭിപ്രായം ചീഫ് പറയേണ്ടതാണ്. സ്പീക്കർ ചോദിച്ചു വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്നോട്. അപ്പോൾ ഞാൻ ആധികാരികമായിട്ട് ചീഫ് അഭിപ്രായം പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഏറ്റു മുഖ്യമന്ത്രി. പറഞ്ഞു PC ഓറെ പറഞ്ഞ അഭിപ്രായം PC ഓറേൻ്റെയാണ്, ഗവൺമെൻറ് അഭിപ്രായം ഇതാണെന്ന് മാറ്റി പറഞ്ഞു. മാറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു മാറ്റം വരുത്തി. എന്നാൽ ഞാൻ പറഞ്ഞു ശരിയാണെന്ന് സത്യം അതങ്ങ് പറഞ്ഞു. അതായത് എനിക്കിട്ടൊന്ന് കുത്തിയതാണ്. ഏത് മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ പോയതിനുള്ള കുത്തായിരുന്നു. ഞാനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എല്ലാവർക്കും മനസ്സിലായി, സഭയിൽ നിന്ന് എല്ലാവർക്കും വിവരം മനസ്സിലായി.
ഞാൻ ചീഫ് ഓഫീസ് ചെന്നിട്ട് നേരെ ഒന്നും മിണ്ടിയില്ല, നേരെ 2 കത്ത് ഡ്രാഫ്റ്റ് ചെയ്തു. ഒന്ന് സ്പീക്കർക്കും ഒന്ന് മുഖ്യമന്ത്രിക്കും. ഞാൻ എൻ്റെ ചീഫ് പ്രസാദം രാജിവെച്ചിരിക്കുന്നു, കുഴപ്പമില്ലല്ലോ. സ്പീക്കർക്കുള്ളത് ഞാൻ നേരെ കൊണ്ടുപോയി സ്പീക്കറെ കൊടുത്തു. അന്ന് നമ്മുടെ ശക്തനാണ്, ഞാൻ രാജിവെച്ചിരിക്കുന്നു പറഞ്ഞു. പുള്ളി നിർബന്ധിച്ചു, നമ്മൾ എന്നെ പറയണ്ട, ഞാൻ രാജിവെച്ചതാണെന്ന്. മുഖ്യമന്ത്രി കൊടുത്തു, പ്യൂണിന് സ്റ്റാഫിന് കൊടുത്തു, സ്റ്റാഫ് കൊണ്ട് മുഖ്യമന്ത്രി ഓഫീസ് നിയമസേരി കൊടുത്തു. ഞാൻ മുറിലോട്ട് പോയി. ഒരു 2 മിനിറ്റ് ഉമ്മൻചാണ്ടി പാഞ്ഞ് എൻ്റെ മുകളിൽ വന്നു. ചോരെ, ഞാനൊന്ന് പറയേണ്ട, രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഞാൻ ചേട്ടാ PC-യുടെ സ്വഭാവം അറിയാമല്ലോ, പറഞ്ഞതാണ്, ഞാൻ രാജിവെച്ചതാണ്, ചേട്ടനോട് മിണ്ടണ്ടെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാൻ രാജിവെച്ച് പിരിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചീഫ് പ്രസാദം രാജിവെച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞത്, എനിക്ക് മന്ത്രിയാണോ VS-ൻ്റെ ക്യാബിനറ്റിൽ ഞാനുണ്ടെന്ന് പുള്ളി പത്രക്കാട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. എന്ന് പറയാൻ കാരണം എന്താ, അന്ന് ജോസഫും മാണി ഉൾപ്പെടെ ഉള്ളവർ ഒറ്റക്കെട്ടായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൽ എന്നെ മന്ത്രിയാക്കാൻ VS-ൻ്റെ ഗവൺമെൻറ്റിൽ VS സ്ട്രോങ് ആൻഡ് സ്റ്റാൻഡ് എടുത്തതാണ്. അപ്പോൾ പിണറായി വിജയൻ ഞാനോട്ട് അടിയായിട്ട് പിന്നെ ആ ഗവൺമെൻറ്റിൽ വന്ന VS മുഖ്യമന്ത്രി പിന്നെ എത്ര നാൾ പോകും? ഞാൻ VS എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആൾ VS അച്യുതാനന്ദൻ. ഞാൻ അങ്ങേരെ മതികെട്ടാനും കൊണ്ടുപോയതാരാ? ഞാൻ വിളിച്ചാൽ കൊണ്ടുപോയത് അദ്ദേഹത്തെ. മൂന്നാർ കൊണ്ടുപോയതാരാ? ഞാനില്ലേ. പീരുമേട് പാവങ്ങൾ 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്തപ്പം അവിടെ കൊണ്ടുപോയതും അവിടെ മുഴുവൻ അരി വിതരണം നടത്തിയൊക്കെ ഞാൻ തന്നെ VS-നെ കൊണ്ടുപോയി. VS ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇന്നും വാഗമൺ ഇതുപോലെ ടൗണായത് ഇങ്ങനെ വാഗമണ്ണിലേക്കുള്ള വഴി, മണർകാടൻ്റെ എസ്റ്റേറ്റിനകത്തോട് വഴിയില്ല, അവിടെ അടച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ അച്യുതാനന്ദ കലയെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞ ചില വഴിയുണ്ട്. ഇപ്പോൾ ടാറിട്ട് 1-ാം തരം വഴിയായി. ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന, ഞാൻ മരിക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രൂപം VS അച്യുതാനന്ദൻ. അത് കഴിഞ്ഞ ഒരാളേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒരാളില്ല എനിക്ക് പറയാൻ. ഉമ്മൻചാണ്ടി നല്ലവനായിരുന്നു, ഇവിടെ ഞാൻ നിഷേധിക്കുന്നില്ല, അദ്ദേഹം ഒരു നല്ലവനായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ ഉപദ്രവിക്കേണ്ടി വന്നിട്ടുണ്ട്, അതിൽ തെറ്റുണ്ട്. എൻ്റെ ഈ തെറ്റുണ്ടെന്ന് പറഞ്ഞാലും ഉമ്മൻചാണ്ടിയിൽ ഒരു ചെറിയ തെറ്റുണ്ട്, അത് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നില്ല. എന്തുവാട്ടെ, ഞാൻ അത് പറയുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടി എന്നാലും ഒരു മനുഷ്യൻ എന്നതിലുള്ള ദൗർബല്യം മാത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം വളരെയേറെ നന്മ ചെയ്ത മനുഷ്യനാണ്. അതുകൊണ്ട് VS-നെയും ഉമ്മൻചാണ്ടിയും ഒക്കെ മറക്കാൻ പറ്റാത്ത ആളാണ്. പിന്നെ ജോസഫ് മാണിയായിട്ട് ഈ ലോകം മുഴുവൻ വിചാരിച്ചിരിക്കുന്നത് ജോസഫ് ഒരു മാന്യനും മാണി ഒരു കള്ളനാണ്. ഞാനായി മാണിയെ കള്ളനാക്കിയ പ്രസംഗിച്ച്. പക്ഷേ എൻ്റെ ജീവിതാനുഭവം പറഞ്ഞേക്കാം, മാണിയുടെ 1000-1 നന്മ ജോസഫിനില്ല. അത് പറയേണ്ടി വന്ന് ക്ഷമിക്കണം, ഞാൻ തറപ്പിച്ച് പറയുന്നു. 1000-1 നന്മ ജോസഫിനില്ല. അത്രമാത്രം നന്മയുള്ളവനായിരുന്നു KM മാണി. അങ്ങേര് ഒരു ശുദ്ധനായ മനുഷ്യനായിരുന്നു. അങ്ങേരുടെ മറ്റ് ചരിത്രങ്ങളൊന്നും രഹസ്യമൊന്നും ഇപ്പോൾ പറയുന്നില്ല. അത് പറഞ്ഞാൽ അതൊക്കെ വലിയ ഹിറ്റാകുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഹിറ്റാക്കി ഇപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നല്ല നിലയിലൊക്കെ പോകുന്നു. പിന്നെ MLA ആയി തേവരക്കോളയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ MLA ആണ്. ആ MLA ആയ കാലം മുതൽ തേവരക്കോളയിലെ അച്ഛനും എല്ലാം വരും എന്നെ തേവരക്കോളയിലൊന്ന് കൊണ്ടുപോകാൻ. കോള അടിച്ചു തീർത്തിട്ടുള്ളതാണ്. അടിച്ചു ചേർത്ത് മാത്രമല്ല, ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന 1-ാം സ്റ്റീൽ അശോക ചെയർ മുഴുവൻ ഞാനും പിള്ളേരും കൂടെ ചുവന്നുകൊണ്ട് കയ്യിൽ കൊണ്ടിട്ടതാണ്. എന്തെല്ലാം ഉപദ്രവം അച്ഛന്മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എങ്കിലും അച്ഛന്മാർ ഒന്ന് നിർബന്ധിക്കുക, വാന്ന്. ഞാൻ പതുക്കെ, എനിക്ക് മനസ്സിന് വിഷമം കൊണ്ട് ഞാൻ പോകല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ചീവിപ്പായി കഴിഞ്ഞപ്പോൾ പ്രിയോച്ചൻ ഉൾപ്പെടെ അവിടെ വന്നു. അവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള വലിയ പൊതുസമ്മേളനമാണ്. അതിന് ഉദ്ഘാടകനായിട്ട് കോളേജ് കമ്മിറ്റിയും മാനേജ്മെൻറ്റ് തീരുമാനിച്ച് ഈ PC ജോർജാണ് വരണം. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ അവിടെ ചെന്ന് വന്ന് നാട്ടുകാരും എല്ലാമായിട്ട് 10,000-കണക്കിന് ആട് കൂടി ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു കഴിഞ്ഞ ആളായിരുന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇതെല്ലാം കടന്നു വന്നു. പിള്ളേർ മാത്രമല്ലല്ലോ, കാരണവന്മാർ, നാട്ടുകാർ മുഴുവനുണ്ട്. ഞാൻ ചെയ്ത പൂക്കൃത്തരം മുഴുവൻ എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്നെ ഉദ്ഘാടകനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ മക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ള. മക്കളോട് വിനയപരിസരം PC ജോർജ് പറയുന്നു, നിങ്ങൾ എന്നെ മാതൃകയാക്കരുത്. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ പറയാൻ പോവാണ്. ആ കസേരയെല്ലാം കൂടെ കൊണ്ട് അവിടെ ഇട്ടത് തെറ്റും, അവിടെ ഈ കോളയെ അടിച്ചു തകർത്തതും, പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് മേശ ഉൾപ്പെടെ അടിച്ചു തകർത്തതും,
സ്റ്റാഫിൻ്റെ മുറി കയറി തകർത്തതും സാറന്മാരുടെ മുറി തകർത്തതും ചെയ്ത വൃത്തികേട് മുഴുവൻ ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും സ്തബ്ധരായി നിൽക്കുക. അത്ര വൃത്തികേടല്ലേ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ പരിഹാരം ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ ഞാനിവിടെ വരില്ലായിരുന്നു. അന്ന് മുതൽ 80 മുതൽ തന്നെ അച്ഛന്മാർ വിളിക്കുന്ന ഞാൻ വരാതിരുന്നതാണ്. ഇപ്പോൾ വരാൻ കാരണം ഇത് പരിഹാരത്തിനുള്ള അവസരം എന്ന നിലയിലാണ് നേരെ ചെക്ക് എടുത്തത്. ഇത് ബ്ലാങ്ക് ചെക്കാണ്. ഞാൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ വില എത്രയെന്ന് പറയാൻ എനിക്കറിയില്ല. അത് മുഴുവൻ പ്രിയോറച്ചൻ ഈ ചെക്ക് വാങ്ങണം, കാശ് എഴുതി എത്രയുള്ള എഴുതിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് പ്രിയോറച്ചൻ ചാടി വന്ന് ചെക്ക് പിടിച്ചു പറിച്ച് കീറി. എന്നുവെച്ച് പറഞ്ഞു, PC പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും തരണ്ട, ഈ സത്യം മുഴുവൻ ഇന്ന് ഞങ്ങളോട് പറഞ്ഞ് ക്ഷമ ചോദിച്ചതപ്പം ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഈ മതി, ഞങ്ങൾക്ക് ഒരു പൈസയും വേണ്ട, എല്ലാ ഉത്തരപ്പടമില്ല മുഴുവൻ തന്നതായി ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്ന അച്ഛൻ പറഞ്ഞു, പ്രിയോറച്ചൻ. അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞത്. തേവരെ കോളേജിൽ നിന്ന് മാത്രം ഭയങ്കര റബഡിസുകാരും നടത്തിക്കൊണ്ട് കടകളെ മുഴുവൻ അടിച്ച് തീർക്കുക, ചെയ്യാത്തൊന്നുമില്ലെന്ന്. അങ്ങനെ ഒരു ക്ലെമൻറ്റും ക്ലീറ്റനും ഒരു MR ഒരു ഗോപിനാഥ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. ഗോപിനാഥ് എന്ന് പറയും, മാണിക്കനാഥ്. അങ്ങനെയൊക്കെ മരിച്ചുപോയി കേട്ടോ. നമ്മുടെ വേണുഗോപാലല്ലേ, കേശു, അതൊക്കെ അവിടെ പഠിച്ചിരിക്കുകയായിരുന്നു. വേണുഗോപാൽ. അങ്ങനെ വളരെ നല്ല ഒരു വിദ്യാർത്ഥി സമൂഹമായിരുന്നത്. എന്നെ പഠിപ്പിച്ചിരുന്ന സാറന്മാരെയൊക്കെ ഓർക്കുന്നുണ്ട്. എല്ലാവരും നന്ദിയോടെ സ്മരിക്കുന്നു. ഒരാളെങ്കിലും പേര് പറയാൻ തെറ്റാവും, അതുകൊണ്ടാണ് പറയാത്തത്. എല്ലാവരും നല്ല, അവിടുത്തെ ഒരു തമ്പുരാൻ പ്രിൻസിപ്പലാണ്. ഇത്രയും നല്ലൊരു മനുഷ്യൻ ലോകത്ത് കണ്ടിട്ടില്ല. അങ്ങേരോടൊക്കെ ഇത്ര ഉപദ്രവിച്ചുള്ളത് ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരുന്നുണ്ട്. അങ്ങനെ നല്ല നിലയിൽ പോകാൻ കഴിയട്ടെ. ഇനിയെങ്കിലും ഇങ്ങനെ പിള്ളേർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ചെറുപ്പത്തിൽ പിള്ളേർക്ക് എന്ത് ചെയ്യാന്ന് എന്നെ പറ്റിയതാ. ഇങ്ങനെ സുഖലോലുപനായി അപ്പം പറയുന്ന പോലെ കാശ് തരികയില്ല. ഈ കാശെല്ലാം എന്നെ കാണിക്കും പിന്നെ. അങ്ങനെ പറ്റിയതാണ്. അതായത് പിള്ളേർക്ക് പണം അനധികൃതമായി കൊടുക്കരുത്, എന്നാൽ ആവശ്യത്തിന് കൊടുക്കണം. പിള്ളേരെ കൈ നീട്ടാൻ അനുവദിക്കും മറ്റുള്ളവന് മുമ്പിൽ. അവരെ കൈ നീട്ടാതെ അവർക്ക് അർഹതപ്പെട്ടത് വാങ്ങി ജീവിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ പിള്ളേരെ വളർത്തണം. സുഖലോലുപന്മാരായി കൂടുതൽ പണം കൊടുത്ത് ആക്കാതിരിക്കാൻ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം എന്നാണ് ഒരു അപ്പൻ എന്നതിൽ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. 1767 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കിയ അതിപ്രഗത്ഭനായ വൈദ്യുതി മന്ത്രിയാണ് പിണറായി വിജയൻ. പക്ഷേ അങ്ങേരെ മുഖ്യമന്ത്രി ആയപ്പോൾ പഴച്ചുപോയി. എനിക്ക് ബോധമില്ലായിരുന്നു. പഴയ നിയമസഭയാണ്. ഞാൻ ചാടി ആ സീറ്റിലോട്ട് കയറി. ഞാൻ മൈക്ക് പിടിച്ച് വലിച്ചൊരു ഒറ്റ അടിയടിച്ച് കോപ്പിറക്കുമെന്ന് പറഞ്ഞു. കൊലപാതകം ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര സഭ പിരിക്കും.